ഇതെന്താ കണിപ്പറമ്പിന്റെ ഒരു പ്രത്യേകത? കണിപ്പറമ്പൻ സാറേ നേരത്തെ കായാകും. നേരത്തെ നമുക്ക് കായ എടുക്കാൻ പറ്റും. ഇതിപ്പോ കണ്ടോ, വേനൽക്കാലത്ത് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ തന്നെ അത് കാ സെറ്റായി. ഇപ്പൊ കായ എടുക്കാനായി തുടങ്ങി. ആദ്യത്തെ കായ എടുക്കാം. ഇനിയിപ്പോ ഈ ആഴ്ച തന്നെ എടുക്കാൻ പറ്റും. പിന്നെ വേറൊരു ഗുണം എന്നാ വെച്ചാൽ ഇത് ചൂട് റെസിസ്റ്റ് ചെയ്യും. നല്ല വേനലിനെ പ്രതിരോധിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഈ വേനൽക്കാലത്ത് ഇപ്പൊ മഴയായിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. ഈ വേനൽക്കാലത്ത് ഇത്രയും കാ സെറ്റ് ആകണമെങ്കിൽ ഞെള്ളാനിയിലൊന്നും ഒരിക്കലും നമുക്ക് ഇത്രയും കാ സെറ്റ് ആകത്തില്ല. അപ്പൊ ഇടുക്കിയിലെ ഉപ്പുതോട്ടിലാണ് ഞാൻ. ഉപ്പുതോട്ടില് കണിപ്പറമ്പൻ ഇവിടെ ചൂട് കുറച്ച് കൂടിയ സ്ഥലമാണ്. ഉപ്പുതോട് ചൂട് കൂടിയ സ്ഥലം. ഇവിടെ കണിപ്പറമ്പൻ ഞെള്ളാനിയേക്കാളും മെച്ചമായിട്ട് കാണുന്ന കണിപ്പറമ്പന. അങ്ങേക്ക് എത്ര ചോട്? എനിക്കൊരു 1000 ചോട് കണിപ്പറമ്പനുണ്ട്. ഇത് എത്ര നാളായാലോ ഇത് നമ്മൾ കാണുന്നേ? ഇതെല്ലാം 2ാം വർഷം. 2ാം വർഷമല്ല. ഇപ്പൊ 2ാം വർഷം ഏലച്ചെടികളാണ് ഇതുപോലെ നല്ലപോലെ കായിട്ട് നിൽക്കുന്നത്. 2ാം വർഷം 3ാം വർഷമൊക്കെയാണ് നമുക്ക് ഏറ്റവും നല്ല ഈൽഡ് കിട്ടുന്ന പ്രായം. അതെ. എന്താ അങ്ങയുടെ പരിപാലന രീതികള്? നമ്മള് മെയിനായിട്ടും ട്രൈക്കോഡർമ എൻട്രി ചെയ്ത ചാണകമാണ് കൊടുക്കുന്നത്. ഒരു 45 ദിവസം കഴിയുമ്പം രാസകീടനാശിനി കൊടുക്കാറുണ്ട്. ഏലത്തിന് അത് വേണമല്ലോ, തണ്ടുതുരപ്പിനെ പ്രതിരോധിക്കാം. പിന്നെ വളങ്ങള് നമ്മള് രാസവളങ്ങൾ കൊടുത്താൽ നമ്മള് ഫോളിയാറാണ് മെയിനായിട്ടും കൊടുക്കുന്നത്. 45 ദിവസത്തിലൊരിക്കലാണ് തണ്ടുതുരപ്പുള്ള മരുന്നിരിക്കുന്നത്. അത്രേ ഉള്ളൂ, അത് മതി. ഇപ്പം നമുക്ക് അത്രയൊക്കെ ഒരു പ്രതിരോധം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വാരി വലിച്ച് വളം ഇത് ഈ കൃഷിയിടത്തിൽ നേരത്തെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഇത് കുരുമുളകായിരുന്നു. ആദ്യകാലത്ത് വനമായിരുന്നു, റബ്ബറൊക്കെ ആയിരുന്നു. അത് വെട്ടി കുരുമുളക് ചെയ്തു. കുരുമുളക് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോന്ന് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോ അത് നമ്മള് ഏലമാക്കിയതാ. ഏലം പ്ലാവ് വെച്ചു, കംപ്ലീറ്റ് പ്ലാവ് വെച്ചിട്ട് അതിന്റെ തണലില് നമ്മൾ ഏലം വെച്ചിരിക്കും. ഇനിയിപ്പോ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ചപ്പ് മാറ്റണം അല്ലേ? അതെ അതെ. ചപ്പ് മാറ്റിയിട്ട് എന്താ ചെയ്യണ്ടേ? ചപ്പ് മാറ്റിയാൽ മതി. നമ്മൾ അത് കഴിഞ്ഞാൽ പിന്നെ ഈ രാസവളം നമുക്ക് ഫോളിയാർ, ചപ്പ് മാറ്റിയ ഒരു മരുന്നും കൂടെ നമ്മൾ അടിക്കേണ്ടി വരും. ഒരു മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫോളിയാർ വളങ്ങൾ കൊടുത്താൽ മതി. പിന്നെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണമെങ്കിൽ കുമ്മായ ഇട്ട് കൊടുക്കാം. pH പ്രശ്നമുണ്ടോ ഇവിടെ? pH പ്രശ്നം ഇവിടെ ഒരു 6 ഉള്ളൂ. ഒരു 7 ആക്കി എടുത്തു കഴിഞ്ഞാൽ വളങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ലതുപോലെ അബ്സോർവ് ചെയ്യും. എത്ര വളപ്രയോഗം അങ്ങ് ചെയ്യുന്നുണ്ട് ഒരു വർഷത്തില്? ഈ ചെടി ഞാനൊരു 3 തവണയൊക്കെ ചെയ്യുന്നുള്ളൂ. ഇത് 3ാം വർഷമല്ലേ, പിന്നെ ചെടികളുടെ വളർച്ച അനുസരിച്ച് ഫ്രീക്വൻസി കൂട്ടേണ്ടി വരും. ശരി. നമ്മളും ബിഗിനർ ആണ് ഏലത്തില്. അതെ അതെ. പക്ഷെ ഉപ്പുതോടെന്ന് പറയുന്നത് ചൂട് കൂടിയ ഇവിടെ ഏലം അങ്ങനെ ഇല്ലാത്ത സ്ഥലമാണ്. അപ്പൊ കണിപ്പറമ്പൻ നന്നായിട്ട് ഇവിടെ വിളയും എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അതെ അതെ. നമുക്ക് കുറച്ച് തൈകളാണേലും കൊടുക്കാനുണ്ട്. ഇതിൽ നിന്ന് തന്നെ തൈകൾ പിരിച്ചു കൊടുക്കാനുണ്ടോ? കുറച്ച് തൈകൾ നമ്മൾ ഇതിൽ നിന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട്. നേഴ്സറി ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിരിച്ചു? ഇല്ല, ഇതിൽ നിന്നാണ് പിരിച്ചു കൊടുക്കുന്നത്. നേഴ്സറി ആയിട്ടൊന്നും ഇല്ല. ശരി. കണിപ്പറമ്പൻ ഏല തട്ടകൾ വേണമെങ്കിൽ കുറച്ച് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അതെ, കുറച്ചൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും.